നമുക്കൊന്ന് കയാക്കിന് പോയാലോ? ഇന്നത്തെ സീ ഫാമിലിയുടെ വീഡിയോ ഒരു ഫുൾ കയാക്കിംഗ് ട്രിപ്പാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? എൻ്റെ ഈ സാധനമൊക്കെ ഞാൻ ഇതുവരെ ഒന്നും അഴിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ഇതൊക്കെ അഴിച്ചും പറിച്ചൊക്കെ നോക്കുന്നതാണല്ലോ നമ്മുടെ ഒരു ഹോബി. നമ്മളെങ്ങനെയാണെന്നെല്ലാം കണ്ടുപിടിക്കും. எனவே അതെല്ലാം കണ്ടുപിടിച്ച് ഊരി വെച്ചിട്ടുണ്ട്. നമുക്കിനി കയാക്ക് എടുത്ത് വെക്കാം. എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഒത്തിരി പാടായിരുന്നു കയാക്ക് എടുത്ത് വെക്കാൻ. പിന്നെ എനിക്കൊരു വലിയൊരു ഹെൽപ്പർ ഉണ്ടായതുകൊണ്ട് പുള്ളി പകുതി പണി ചെയ്തു തരും. അങ്ങനെ ഞങ്ങൾ കയാക്ക് എങ്ങനെയൊക്കെയോ ഞങ്ങൾ കയറ്റി. അന്ന് നമുക്ക് വണ്ടി വിട്ടാലോ പതുക്കെ? ഒരു 20-25 മിനിറ്റ് ഡ്രൈവേ ഉള്ളെങ്കിലും നല്ല ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എങ്ങനെയൊക്കെയോ എത്തിപ്പിട്ട്. അപ്പം വേണ്ട, ഇതാണ് നമ്മൾ കയാക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം. എൻ്റെ ഹെൽപ്പർ ഉറങ്ങിപ്പോയുണ്ട്. ചെറുതായിട്ട് എനിക്കൊന്ന് പണി കിട്ടി. അങ്ങനെ അതെല്ലാം ഊരി ഞാൻ തന്നെ കയാക്കെടുത്ത് വെക്കേണ്ട വന്നു. അങ്ങനെ അതെല്ലാം ടൈറ്റ് ചെയ്തു, എല്ലാം തിരിച്ചെടുത്ത് വെച്ചു. ഇനിയിപ്പം നമുക്ക് ലൈഫ് ജാക്കറ്റും തുഴയൊക്കെ ആയിട്ട് പതുക്കെ ഇറങ്ങാം. ഈ കയാക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ വെള്ളത്തിൻ്റെ സൈഡിലും ഇങ്ങനൊരു ഫ്ലോപ്പ് കാണും. അപ്പം അത് ഏറ്റവും എളുപ്പമാണ് നമുക്ക് കയാക്ക് ഇറക്കാനും പിടിക്കാനും എല്ലാം. അതിനാണ് അവരങ്ങനെ വെച്ചേക്കുന്നത്. എനിവേ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. പുള്ളിയെ കുത്തിപ്പൊക്കി പുള്ളി ചാടി ഓടി ഇറങ്ങിയിട്ടുണ്ട്. അവൻ കുറച്ച് നേരം അവൻ്റെ ട്രക്കുമായിട്ട് വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് ഞാൻ കയാക്കും ഫുഡും പോകാനുള്ളതും വെള്ളവും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. പുള്ളി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. തുഴയണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കൊടുത്തില്ല. തുഴ വെള്ളത്തിൽ പോയാൽ പെട്ടു. സോ യൂഷ്വലി ഞങ്ങളൊരു 1 hour ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളൊരു 2 hours ചെയ്തു. കാരണം ഒത്തിരി നാൾ കൂടിയാണ് ഞങ്ങൾ കയാക്കിന് പോയത്. Look at this, it's a beautiful view. സൺസെറ്റ് ഉണ്ട്. ഒരു നല്ല വ്യൂ ആയിരുന്നു. കുറച്ചോളം കൂടുതലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. Look at this. പുള്ളി കണ്ണാടിയും വെച്ചുകൊണ്ട് ഫ്രണ്ടിൽ കയറിയിരുന്ന് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ്. പുള്ളിക്ക് തുഴയണ്ടല്ലോ, ഞാനാണല്ലോ ഈ കിടന്ന് തുഴയുന്നത്. കുറേ ആയപ്പോഴത്തേക്കും നമ്മുടെ കൈ കിടയ്ക്കും. പിന്നെ ഓളത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കോളും. അത് മാത്രമല്ല, ഞങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കാണാൻ പറ്റി. ഞങ്ങൾ കുറേ നേരം അവിടെ ഓളത്തിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തുഴയുന്നുണ്ട്. കുറച്ച് പാടായിരുന്നു, വെള്ളമെല്ലാം അടിച്ച് കയറുന്നുണ്ടായിരുന്നു കയാക്കിലോട്ട്. പക്ഷെ വാസ് ഫൈൻ. ഞങ്ങൾ എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് സാഹസ്യമായി എങ്ങനെയൊക്കെയോ കയറി പറ്റി. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് നല്ലൊരു റിലാക്സ് ആകാനുള്ള പരിപാടി, നല്ലൊരു എക്സസൈസും കൂടെയാണ്. And here we go. This is my favorite part. Look at that. ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റി. ആൻഡ് ദ സ്കൈ ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ വെള്ളത്തിരുന്നുകൊണ്ട് സൺസെറ്റ് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 2.5 hours കഴിഞ്ഞ് ഞങ്ങൾ കയറി. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രക്കിൻ്റെ അടുത്ത് വന്നു. ട്രക്ക് കയറ്റിയിട്ടു. ട്രക്കിൽ നിന്ന് നമുക്ക് കയാക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു അപ്പച്ചൻ വന്നു, ഹെൽപ്പ് വേണം. ഓഫ് കോഴ്സ് യെസ് പറഞ്ഞു. അപ്പച്ചൻ ഫുൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഈ അപ്പച്ചൻ ഞങ്ങൾ കയാക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പച്ചൻ ഒരു മീനെ കിട്ടിയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നത്തെ കയാക്കിംഗ് വീഡിയോ കഴിഞ്ഞു. ഇങ്ങനത്തെ ഇനി ഫണ്ണായിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ZFamily99. താങ്ക് യു.